നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും മരിച്ച നിലയിൽ. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതാണെന്നാണ് സംശയം. ശില്പ, മകൻ 5 വയസ്സുള്ള അക്ഷയ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഭർത്താവിന്റെ വീട്ടിലാണ് ശില്പയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മോഹിത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കുഞ്ഞ് കട്ടിലിൽ കിടക്കുന്ന നിലയിലായിരുന്നു. തനിക്ക് പനിയായതുകൊണ്ട് മറ്റൊരു മുറിയിൽ മാറിക്കിടക്കുകയായിരുന്നു എന്നാണ് ഭർത്താവിന്റെ മൊഴി. രാവിലെ മുറി തുറക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ VK ഇബ്രാഹിം കുഞ്ഞിന്റെ ഖബറടക്കം ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചത്. രാവിലെ 9 മണിവരെ വീട്ടിലും പൊതുദർശനം ഉണ്ടായിരുന്നു. തുടർന്ന് 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ആലങ്ങാട് ജുമാ മസ്ജിദിൽ സംസ്കാരം നടത്തി. ഇന്നലെ കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ ആയിരങ്ങളാണ് പ്രിയ നേതാവിനെ കാണാനെത്തിയത്. വ്യവസായ മന്ത്രി P രാജീവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇബ്രാഹിം കുഞ്ഞിനോടുള്ള ആദരസൂചകമായി മുസ്ലിം ലീഗ് 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, മുനവറലി തങ്ങൾ തുടങ്ങിയവർ ആലുവയിലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചാവക്കാട് പുന്ന LDF 5-6 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാൻ H അക്ബറിന് സ്വീകരണം നൽകി. പുന്ന സെന്ററിൽ നടന്ന സ്വീകരണം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. VV ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ H അക്ബർ, വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ്, 17-ാം വാർഡ് കൌൺസിലർ P യതീന്ദ്രദാസ് എന്നിവരെ MLA പൊന്നാടയണിയിച്ചു. ജംഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. കൌൺസിലർമാരായ KC സുനിൽ, ഷാജിദ ഹഷൻ, പൊതുപ്രവർത്തകൻ ഫിറോസ് P തൈപ്പറമ്പിൽ, CPM ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിന്റെ പൈതൃക ആഘോഷമായ പിണ്ടിപ്പെരുന്നാളിന് വർണ്ണാഭമായ പരിസമാപ്തി. ആഘോഷങ്ങളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ MJD സ്കൂൾ അങ്കണത്തിൽ ചവിട്ടുനാടകം അരങ്ങേറി. കുന്നംകുളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു ഇത്തവണത്തെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങൾ. പെരുന്നാളിന്റെ ഭാഗമായി MJD സ്കൂൾ അങ്കണത്തിൽ നടന്ന ചവിട്ടുനാടകം കാണികൾക്ക് നവ്യാനുഭവമായി. കുറുമ്പത്തുരുത്ത് നവകേരള ചവിട്ടുനാടക കലാസമിതിയാണ് വേദിയിൽ വിസ്മയം തീർത്തത്. ജനസമ്പന്നമായിരുന്നു വേദി. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രമാണ് 90 മിനിറ്റ് നീണ്ട പ്രകടനത്തിലൂടെ കലാകാരന്മാർ അവതരിപ്പിച്ചത്. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തെ മതപീഡനവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രക്തസാക്ഷിത്വവും ചുവടുകളിലൂടെയും അഭിനയത്തിലൂടെയും വേദിയിൽ പുനർജനിച്ചു. ഡൽഹി കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉൾപ്പെടെ കേരളത്തിനകത്തും പുറത്തുമായി 300-ലധികം വേദികളിൽ പ്രകടനം നടത്തിയ കലാസമിതിയാണിത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 1 ലക്ഷം രൂപയാണ് പെരുന്നാൾ നടത്തിപ്പിനായി അനുവദിച്ചത്. കൂടാതെ നഗരത്തിലെ പ്രധാന 5 കേന്ദ്രങ്ങളിൽ കവാടങ്ങൾ സ്ഥാപിച്ചാണ് നഗരസഭ പെരുന്നാളിനെ വരവേറ്റത്. ചടങ്ങിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ്, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചർച്ച് ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാരമ്പര്യവും സൗഹൃദവും പുതുക്കി ദനഹാ പെരുന്നാളായ പിണ്ടിപ്പെരുന്നാൾ ആഘോഷിച്ചു. വലിയ പിണ്ടിയിൽ കൂട്ടായ്മ ഭാരവാഹികൾ ചിരാതുകൾ കത്തിച്ച് പ്രകാശത്തിന്റെ പെരുന്നാളിന് തിരിതെളിയിച്ചു. പഴയകാല ഓർമ്മകൾ പുതുക്കിയും പുതുതലമുറയ്ക്ക് ആചാരങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെടുത്തിയുമായിരുന്നു പരിപാടി. അങ്ങാടിയിലെ വീടുകളിൽ വിശ്വാസികൾ മെഴുകുതിരികളും ചിരാതുകളും കത്തിച്ചു. കൂട്ടായ്മ അംഗങ്ങളായ ജിസ്റ്റോ, ബ്രെറ്റ്ലി, യെൽദോ, എബിൻ, എമിൽ എന്നിവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരിയിൽ നടക്കുന്ന 13ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേളയിലെ സുസ്ഥിര തൃത്താല പവലിയനിൽ ഒരുക്കിയ തൃത്താലയുടെ വികസന മിനിയേച്ചർ ശ്രദ്ധേയമാകുന്നു. തവനൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ചിത്രകലാ അധ്യാപകൻ ഗോപു പട്ടിത്തറയാണ് കലാസൃഷ്ടി ഒരുക്കിയത്. ഒരു കാലത്ത് ബ്ലാക്ക് ബോർഡിൽ വരയുടെ അക്ഷരമാല പഠിപ്പിച്ച കൈകൾ ഇന്ന് ഒരു നിയോജക മണ്ഡലത്തിന്റെ 4.5 വർഷത്തെ വികസന കഥ മണ്ണിലും നിറങ്ങളിലും പകർത്തിയിരിക്കുകയാണ്. 24 അടി നീളവും 4 അടി വീതിയുമുള്ള ഈ ഭീമൻ മിനിയേച്ചർ ഒരാഴ്ചയ്ക്കുള്ളിൽ രാത്രിയും പകലും പരിശ്രമിച്ചാണ് പൂർത്തിയാക്കിയത്. തൃത്താല ഇതുവരെ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മിനിയേച്ചർ ചെറിയ ലാൻഡ്സ്കേപ്പ് വെച്ച് മിനിയേച്ചറുകൾ സെറ്റ് ചെയ്യാണ് ചെയ്തത്. പൂർണ്ണമായിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സ്പെസിമെൻസ് മാത്രം. പിന്നെ അൻപോട് തൃത്താലയിൽ നമ്മൾ വരുമ്പോൾ തൃത്താല ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മിനിയേച്ചറാണ് നമ്മൾ ഉണ്ടാക്കിയത്. എൻലൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലുള്ള സ്കൂളുകളെ വയ്ക്കുന്നു. ഈ തൃത്താല ഗവൺമെൻറ് കോളേജിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റെസ്പോൺസിബിൾ ടൂറിസത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നു. കുറ്റിപ്പുറത്ത് ആയി കണക്ട് ചെയ്യുന്ന കാങ്കപ്പുഴ ബ്രിഡ്ജ് വലിയ വികസനത്തിന് നാഴികക്കല്ലാവുന്ന ടൂറിസം രംഗത്ത് വലിയ പുതുസ്ഥാപനത്തിന് വഴിവെക്കുന്നതുമായുള്ള വികസന പ്രവർത്തനമാണ്. അപ്പോൾ അതിൻ്റെ കാങ്കപ്പുഴ കടവ് ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക വേദിയിൽ സംഗീതത്തിന്റെ മാന്ത്രികത പെയ്തിറങ്ങി. മലപ്പുറം ഐരൂർ സ്വദേശിനി ഗംഗാ ശശീന്ദ്രന്റെ ഗംഗാ തരംഗം വയലിൻ ഫ്യൂഷൻ കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ശങ്കർ മഹാദേവന്റെ പ്രശസ്തമായ ഏകദന്തായ വക്രതുണ്ടായ എന്ന ഗണപതി സ്തുതിയോടെയായിരുന്നു കച്ചേരിയുടെ തുടക്കം. വയലിനിൽ ഈ കീർത്തനം വിരിഞ്ഞതോടെ തന്നെ സദസ്സ് കയ്യടികളാൽ നിറഞ്ഞു. തുടർന്ന് ശാസ്ത്രീയ സംഗീതത്തിലെ അതിമനോഹരമായ അലൈപ്പായുതേ കണ്ണ എന്ന കൃതിയുടെ ആവിഷ്കാരം കാണികളെ മറ്റൊരു അനുഭൂതി തലത്തിലേക്ക് എത്തിച്ചു. മലയാളം, ഹിന്ദി ഗാനങ്ങളും വയലിൻ തന്ത്രികളിൽ വിരിയിച്ചു. തവിലിൽ തൃപ്പൂണിത്തുറ ശ്രീകുമാറും കടത്തിൽ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണനും ചേർന്നൊരുക്കിയ താളലയങ്ങൾ വയലിൻ നാദത്തിന് കരുത്തേകി. പാശ്ചാത്യ സംഗീതത്തിന്റെ അകമ്പടിയുമായി വിജയകുമാർ ഡ്രം പാഡിലും സുനിൽലാൽ ചേർത്തല കീബോർഡിലും ഗംഗയ്ക്ക് പിന്തുണ നൽകി. ദേശീയ സരസ് മേളയുടെ സാംസ്കാരിക പരിപാടികളിലെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ഒന്നായി ഗംഗാ തരംഗം മാറി. സംഗീതത്തിന്റെ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഫ്യൂഷൻ കച്ചേരി പ്രായഭേദമന്യേ ഏവരും ഏറ്റെടുത്തു. ഒന്നര മണിക്കൂറോളം സരസ്വേദിയെ സംഗീത സാന്ദ്രമാക്കിയ വിസ്മയ പ്രകടനത്തിനൊടുവിൽ ജനസാഗരത്തെ സാക്ഷിയാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഗംഗാ ശശിധരനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. 4-ാം വയസ്സ് മുതൽ വയലിൻ ലോകത്ത് സജീവമായ ഗംഗ വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ നിരവധി വേദികളിൽ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. എഴുത്തുകാരൻ റഫീഖ് പട്ടേരിയുടെ പിതാവും പുത്രനും എന്ന നോവലിനെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് മത്സരത്തിലെ വിജയികൾക്ക് അനുമോദനവും സമ്മാന വിതരണവും തൃശൂരിൽ സംഘടിപ്പിക്കും. ജനുവരി 10 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 തൃശൂർ ഹൈറോഡിലുള്ള HNC പബ്ലിഷിംഗ് ഹൌസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. വിജയികൾക്കുള്ള അനുമോദന പത്രവും സമ്മാനവും HNC പബ്ലിഷിംഗ് ഹൌസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് വിതരണം ചെയ്യും. ചടങ്ങിൽ നോവലിസ്റ്റ് റഫീഖ് പട്ടേരി അധ്യക്ഷത വഹിക്കും. മുജീബ് കെ പട്ടേൽ, ജിഗീഷ് തൃശൂർ, ഷബീർ കല്ലൂർ, മണികണ്ഠൻ എടക്കള, യൂനുസ് കൊച്ചനൂർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം മണിനാഥം 2026 എന്ന പേരിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ നാടൻപാട്ട് മത്സരം സംഘടിപ്പിക്കും. യുവജനക്ഷേമ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്ത യൂത്ത്, യുവ, അവളിടം ക്ലബ്ബ് ടീമുകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. 18 മുതൽ 40 വയസ്സ് വരെയാണ് പങ്കെടുക്കാനുള്ള പ്രായപരിധി. ഓരോ ടീമിലും പരമാവധി 10 അംഗങ്ങൾ ഉണ്ടാകും. 10 മിനിറ്റാണ് സമയം. ജില്ലാ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് യഥാക്രമം 25,000, 10,000, 5,000 രൂപ വീതം സമ്മാനത്തുക ലഭിക്കും.
ജില്ലയിൽ 1ാം സ്ഥാനം നേടുന്ന ടീമുകൾക്ക് തൃശൂർ ചാലക്കുടിയിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാം. സംസ്ഥാന മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് യഥാക്രമം 1,75,000, 50,000 രൂപ വീതമാണ് സമ്മാനത്തുക ലഭിക്കുക. പങ്കെടുക്കാൻ താൽപര്യമുള്ള ടീമുകൾ ജനുവരി 24 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷ സമർപ്പിക്കണം. ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ, കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്, ജില്ലാ യുവജന കേന്ദ്രം, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, PO മലപ്പുറം 676519 എന്ന വിലാസത്തിലാണ് അപേക്ഷകൾ അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 0483 29 60 700 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് ആഘോഷത്തിന്റെ കൊടിയേറ്റവും പറപ്പുറപ്പാടും നടന്നു. ജനുവരി 24 ശനിയാഴ്ചയാണ് മകരപ്പത്ത് ആഘോഷം. വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം ഊരാളന്മാർ, തട്ടകവാസികൾ, പൂരത്തിലെ പങ്കാളികളായ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ ചേർന്ന് കൊടിയേറ്റം നടത്തി. തുടർന്ന് പറയെടുപ്പും ഉണ്ടായി. പൂജാകർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയും മേൽശാന്തി ജയചന്ദ്രൻ എംബ്രാന്തിരിയും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഊരാളൻ കുട്ടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വെളുങ്ങാട്ട് ശിവശങ്കരൻ, സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി, ട്രഷറർ ശിവരാമൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 ക്ഷേത്രത്തിൽ പറയെടുപ്പ് ആരംഭിക്കും. പറപ്പുറപ്പാടിനോടനുബന്ധിച്ച് കലാമണ്ഡലം വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മലബാറിലെ സുവിശേഷ കവാടം എന്നറിയപ്പെടുന്ന 1907 സ്ഥാപിതമായ ചാലിശ്ശേരി മാർത്തോമാ ഇടവകയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശ നടത്തി. 1 നൂറ്റാണ്ടിലധികം പഴക്കവും ചരിത്ര പ്രാധാന്യവുമുള്ള ദേവാലയം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതിനെ തുടർന്ന് പഴമ ഒട്ടും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 ഇടവക കൊയർ അംഗങ്ങളുടെ ഗാന ശുശ്രൂഷയോടെ ആരംഭിച്ച കൂദാശകർമ്മം സഭയുടെ കുന്നംകുളം മലബാർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. സഭയിലെ വന്ധ്യ വൈദികർ സഹകാർമ്മികത്വം വഹിച്ചു. കൂദാശ ശുശ്രൂഷകൾക്കു ശേഷം നടന്ന പൊതുസമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത, മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വാർഡ് മെമ്പർ ആനി വിനു ആശംസകൾ നേർന്ന് സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ഇടവക വികാരി ഫാദർ സുനു ബേബി കോശി, വൈസ് പ്രസിഡന്റ് സണ്ണി സിയു, സെക്രട്ടറി ജസ്റ്റിൻ പി സോണി, ട്രസ്റ്റി സുമ വിൽസൺ, ജോയിന്റ് ട്രസ്റ്റിയും കൺസ്ട്രക്ഷൻ ഫിനാൻസ് കൺവീനറുമായ PV മണിബോയ്, കൺസ്ട്രക്ഷൻ കൺവീനർ PV ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജപ്പാൻ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ ഇന്ത്യയുടെയും ചൂണ്ട ലയൺസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാഷണൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം ലയൺസ് ക്ലബ് ഹാളിൽ 10-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് കുന്നംകുളം പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സെൻസായി PK സുനിൽ ഉദ്ഘാടനം ചെയ്യും. ഹാൻഷി KV രവി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സെൻസായി ഷാജിലി ചെറുവത്തൂർ, കുന്നംകുളം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം വരുന്ന വിദ്യാർത്ഥിനികൾ ചാമ്പ്യൻഷിപ്പിൽ വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കും. ആയോധന കലാരംഗത്ത് 40 വർഷം പിന്നിട്ട ഗുരുവര്യന്മാരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ സെൻസായി ഷാജിലി ചെറുവത്തൂർ, സെൻസായി PK സുനിൽ, സെൻസായി ആഷ്ലി C ഷാജിലി എന്നിവർ പങ്കെടുത്തു. സമഗ്ര കേരളയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കിടപ്പ് രോഗികൾക്കുമായി ബഡ്സ് ഓഫ് ഫരീഷ്ട ദ്വിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. ഗുരുവായൂർ ഹോം സ്റ്റേയിൽ വെച്ച് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് മനാഫിന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന യോഗം ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ACP പ്രേമാനന്ദ കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ചാവക്കാട് BRC BPC സംഗീത, ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ ബഷീർ പൂക്കോട്,
ഗുരുവായൂർ ഹോം മാനേജർ PT ഷാജൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് BRC പരിധിയിലുള്ള വിവിധ സ്കൂളിലെ കുട്ടികൾ, രക്ഷിതാക്കൾ, BRC ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. സിനിമാ സംഗീത ലോകത്ത് സവിശേഷ ശൈലിയിലൂടെ സ്വന്തമായൊരു വഴി വെട്ടിത്തുറന്ന് 40 വർഷം പൂർത്തിയാക്കിയ സംഗീത സംവിധായകൻ മോഹൻ സിത്താരയ്ക്ക് ജന്മനാട്ടിൽ ആദരം. മേഖലയിലെ സംഭാവനകളെ മുൻനിർത്തിയാണ് വിദ്യാരക്ഷിത് 2026 പുരസ്കാരത്തിന് മോഹൻ സിത്താര അർഹനായത്. വിദ്യാവിഹാർ ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് ജനുവരി 10 ശനിയാഴ്ച സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് അയിനപ്പുള്ളിയുടെ അധ്യക്ഷതയിൽ കാക്കശ്ശേരി വിദ്യാവിഹാർ സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് ട്രസ്റ്റ് ചെയർമാൻ KV മോഹനകൃഷ്ണൻ പുരസ്കാര വിതരണം നിർവഹിക്കും. ചടങ്ങിൽ സിനിമാ സംവിധായകൻ ദേവരാജൻ മൂക്കോല, ക്ലബ് FM RJ സിംല മേനോൻ, സാഹിത്യകാരൻ റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടകരായ വിദ്യാവിഹാർ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, ജതിൻ അശോകൻ എന്നിവർ അറിയിച്ചു. ജാർഖണ്ഡിൽ വെച്ച് നടന്ന നാഷണൽ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ റിഥമിക് യോഗയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ഋഷികേശിനെ കാട്ടകാമ്പാൽ പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ ഉപഹാരം നൽകി അനുമോദിച്ചു. കാട്ടകാമ്പാൽ നടുമുറി പന്തായിൽ രൂപേഷ്, രജിത ദമ്പതികളുടെ മകനായ ഋഷികേശ് പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗ പരിശീലന കേന്ദ്രത്തിലെ പരിശീലകയാണ് മാതാവ് രജിത. 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ രുഷ്മിത പാലക്കാട് മേഴ്സി കോളേജിലെ കബഡി ടീം അംഗവുമാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,785 രൂപ, പവന് 1,02,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം കാട്ടകാമ്പാൽ രാമപുരം സംഗീത നഗറിൽ മാക്കടത്ത് കേശവൻ നായർ എന്ന കുഞ്ഞുകുട്ടൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. രാധ ഭാര്യയും പ്രസാദ്, പ്രമോദ് കുമാർ, പ്രജിത എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടത്തി. പെങ്ങാമുക്ക് കരിച്ചാൽ പരേതനായ നമ്പിയത്തിയിൽ മാമു ഭാര്യ ഖദീജ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ചെമ്മന്നൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. അബ്ദുൾ റഹീം, സുലൈഖ, സലീന, ഫൈസൽ, നൌഷജ, ഷമീമ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.